നമസ്കാരം സുഹൃത്തുക്കളെ, ഒരു ഇൻഡക്ഷൻ ഹീറ്റർ, മൈക്രോവേവ് ഓവൻ എന്നിവ എങ്ങനെ സർവീസ് ചെയ്യാമെന്നതിനെക്കുറിച്ചുള്ള ഈ എക്സർസൈസിലേക്ക് സ്വാഗതം. ഈ വീഡിയോ പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്ക് ഇവ ചെയ്യുവാനാകും. ഇൻഡക്ഷൻ ഹീറ്റർ ഡിസ്മാൻഡിൽ ചെയ്ത് തകരാറുകൾ തിരിച്ചറിയലും തകരാറുള്ളവ മാറ്റി സ്ഥാപിക്കാനും. മൈക്രോവേവ് ഓവൻ ഡിസ്മാൻഡിൽ ചെയ്ത് തകരാറുകൾ തിരിച്ചറിയലും തകരാറുള്ളവ മാറ്റി സ്ഥാപിക്കലും. ഇൻഡക്ഷൻ ഹീറ്ററും മൈക്രോവേവ് ഓവനും അസംബിൾ ചെയ്ത് അവയുടെ പ്രവർത്തനം പരിശോധിക്കുക. ഇൻഡക്ഷൻ ഹീറ്ററിനെക്കുറിച്ച് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ തത്വത്തിൽ പ്രവർത്തിക്കുന്ന കോണ്ടാക്ട്ലെസ് ഇലക്ട്രിക് ഹീറ്റിംഗ് പ്രക്രിയയാണ് ഇൻഡക്ഷൻ ഹീറ്റിംഗ്. സോഴ്സുമായി നേരിട്ട് സമ്പർക്കം പുലർത്താതെ കണ്ടക്റ്റീവ് കോമ്പോണന്റിനുള്ളിൽ ഹീറ്റ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇവിടെ ഹീറ്റ് ചെയ്യപ്പെടുന്ന വസ്തുവിനെ ഒരു വർക്ക് പീസ് എന്നും അതിൽ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്ന കോയിലിനെ വർക്ക് കോയിൽ എന്നും വിളിക്കുന്നു. പ്രൈമറി വൈൻഡിങ്ങിനായി പ്രവർത്തിക്കുന്ന കോയിലിലൂടെ ആദ്യം ഹൈ ഫ്രീക്വൻസി ഓൾട്ടർനേറ്റിംഗ് കറണ്ട് പാസ് ചെയ്യുന്നതിലൂടെയാണ് ഇൻഡക്ഷൻ ഹീറ്റിംഗ് പ്രവർത്തിക്കുന്നത്. ഇത് കോയിലിനു ചുറ്റും ഒരു ഓൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡും ഫ്ലെക്സും സൃഷ്ടിക്കപ്പെടുന്നതിന് കാരണമാകുന്നു. ഫാരഡേസ് ലോയുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ മൂലമാണ് ഇത് സംഭവിക്കുന്നത്. വർക്ക് പീസ് ഇപ്പോൾ കോയിലിലേക്ക് കടത്തുകയും ഷോർട്ട് സർക്യൂട്ടഡ് സെക്കൻഡറി വൈൻഡിങ്ങിന്റെ ഒരൊറ്റ പീസായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. തുടർന്ന് വർക്ക് കോയിലിന്റെ മാഗ്നറ്റിക് ഫീൽഡ് വർക്ക് പീസിൽ EMFനെ ഇൻഡ്യൂസ് ചെയ്യുന്നു. അതിന്റെ ഫലമായി വർക്ക് പീസിലൂടെ എഡി കറണ്ട് ഒഴുകുന്നു. കൂടാതെ ഈ പ്രവർത്തന തത്വം ഫാരഡേസ് ലോ പിന്തുടരുന്ന ട്രാൻസ്ഫോമറുകളുമായി താരതമ്യപ്പെടുത്താവുന്നതാണ്. ഈ എക്സസൈസിന് ആവശ്യമായ ടൂളുകളും ഉപകരണങ്ങളും ഇവയാണ്: ഇലക്ട്രീഷ്യൻ ടൂൾ കിറ്റ്, മെറ്റൽ ബ്രഷ്, സോൾഡറിംഗ് കിറ്റ്, ടൈൽ കട്ടർ, ഇൻഡക്ഷൻ ഹീറ്റർ, ഇലക്ട്രിക് ഓവൻ, കോട്ടൺ വേസ്റ്റ്, തിന്നർ. ഇനി നമുക്ക് ഇൻഡക്ഷൻ ഹീറ്ററിന്റെ സർവീസും റിപ്പയറും ആരംഭിക്കാം. ഇൻഡക്ഷൻ ഹീറ്ററിന്റെ നെയിം പ്ലേറ്റ് വിശദാംശങ്ങൾ ശ്രദ്ധിക്കുകയും അവ ടേബിളിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. ഇൻഡക്ഷൻ ഹീറ്ററിൽ നിന്ന് പവർ സപ്ലൈ വിച്ഛേദിക്കുക. കേബിളിന്റെ കണ്ടിന്യൂറ്റി, ഷോർട്ട് സർക്യൂട്ട് എന്നിവയ്ക്കായി പവർ കോഡ് പരിശോധിക്കുക. കേബിളിന് കേടുപാടുകൾ ഉണ്ടോ എന്ന് നോക്കി പരിശോധിക്കുക. പവർ കോഡിലെ കണ്ടിന്യൂറ്റി പരിശോധിക്കാൻ നമുക്ക് പഠിക്കാം. സാധാരണയായി പവർ കോഡ് ഫേസ്, ന്യൂട്രൽ, എർത്ത് എന്നിങ്ങനെ 3 പിന്നുകളുള്ള 3 കോർ ആയിരിക്കും. ഇവ യഥാക്രമം റെഡ്, ബ്ലൂ, ഗ്രീൻ നിറങ്ങൾ ഉപയോഗിച്ച് തിരിച്ചറിയുന്നു. നിങ്ങൾക്ക് ബീപ്പ് ശബ്ദം കേൾക്കാനാകുമെന്ന് ഉറപ്പാക്കാൻ ഡിജിറ്റൽ മൾട്ടിമീറ്ററിനെ കണ്ടിന്യൂറ്റി മോഡിലേക്ക് സെറ്റ് ചെയ്ത് വയർ എൻഡിനും ബന്ധപ്പെട്ട പിന്നിനും ഇടയിലുള്ള പ്രോബ് സ്ഥാപിക്കുക. മറ്റ് 2 വയറുകളിലും ഇത് ചെയ്യുക. ശബ്ദമൊന്നും കേൾക്കുന്നില്ലെങ്കിൽ പവർ കോഡിന് കേടുപാടുകൾ സംഭവിച്ചുവെന്ന് ഉറപ്പാക്കുകയും പുതിയൊരെണ്ണം ഉപയോഗിച്ച് മാറ്റുകയും ചെയ്യുക. വയറുകൾക്കിടയിലെ കണ്ടിന്യൂറ്റി പരിശോധിക്കാൻ നിങ്ങൾക്ക് ടെസ്റ്റ് ലാമ്പുകളും ഉപയോഗിക്കാം. ടെസ്റ്റ് ലാമ്പ് പ്രകാശിക്കുന്നുവെങ്കിൽ വയറുകൾക്ക് കുഴപ്പമില്ല, ഇല്ലെങ്കിൽ അവ മാറ്റുക. ഷോർട്ട് സർക്യൂട്ടിനായി കേബിളുകൾ പരിശോധിക്കൽ. ഡിജിറ്റൽ മൾട്ടിമീറ്ററിനെ കണ്ടിന്യൂറ്റി മോഡിലേക്ക് സെറ്റ് ചെയ്ത് യഥാക്രമം ഫേസ്, ന്യൂട്രൽ, ഫേസ് എർത്ത്, ന്യൂട്രൽ എർത്ത് എന്നിങ്ങനെ 3 പിന്നുകൾക്കിടയിൽ പ്രോബുകൾ പ്ലേസ് ചെയ്യുക. മൾട്ടിമീറ്ററിൽ കണ്ടിന്യൂറ്റിയോ ബീപ്പ് ശബ്ദമോ ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പാക്കുക. ഉണ്ടാവുകയാണെങ്കിൽ വയറുകൾക്കിടയിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെന്ന് ഉറപ്പാക്കി അവ മാറ്റുക. കേബിളുകൾക്കുള്ളിലെ ഷോർട്ട് സർക്യൂട്ടുകൾ പരിശോധിക്കാൻ വയറുകൾക്കോ പിന്നുകൾക്കോ ഇടയിൽ നിങ്ങൾക്ക് സീരീസ് ടെസ്റ്റ് ലാമ്പുകളും ഉപയോഗിക്കാം. ടെസ്റ്റ് ലാമ്പ് തെളിയുകയാണെങ്കിൽ അത് കുഴപ്പമുള്ളതാണ്, അത് മാറ്റുക. ഉചിതമായ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് സ്ക്രൂകൾ നീക്കം ചെയ്ത് ഇൻഡക്ഷൻ ഹീറ്റർ തുറക്കുക. PCB അതായത് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡും മറ്റു ഭാഗങ്ങളും നന്നായി വൃത്തിയാക്കുക. വിഷ്വൽ ഇൻസ്പെക്ഷനും ട്രബിൾ ഷൂട്ടിങ്ങിനുമായി മെയിൻ ബോർഡ് നീക്കം ചെയ്യുക. റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, ഡയോഡ്സ്, ICകൾ എന്നിവ പോലെയുള്ള ഇലക്ട്രോണിക് കമ്പോണൻറ്റ്സ് കരിഞ്ഞ അവശിഷ്ടങ്ങൾക്കായി നോക്കി പരിശോധിക്കുക. കണ്ടെത്തുകയാണെങ്കിൽ അവ പുതിയത് ഉപയോഗിച്ച് മാറ്റുക. PCB വാർണിഷ് ഉപയോഗിച്ച് കവർ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. തിന്നർ അപ്ലൈ ചെയ്ത് ഡ്രൈ സോൾഡർ പോയിന്റ്സ് കണ്ടെത്തുന്നതിനായി മെറ്റൽ ബ്രഷ് ഉപയോഗിച്ച് റബ് ചെയ്യുകയും നൈഫ് ഉപയോഗിച്ച് സ്ക്രാപ്പ് ചെയ്യുകയും ചെയ്യുക. ഡ്രൈ സോൾഡർ ജോയിന്റ് എന്നത് കമ്പോണന്റ് ലീഡുകൾ PCB പാർട്സുമായി കൃത്യമായി ഉറച്ചു നിൽക്കാതെ സംഭവിക്കുന്ന ഒരു സോൾഡറിംഗ് ഡിഫക്റ്റ് ആണ്. ഇത് ദുർബലവും വിശ്വസനീയമല്ലാത്തതുമായ വൈദ്യുത ബന്ധത്തിന് കാരണമാകുന്നു. ഇൻസഫിഷ്യന്റ് ഹീറ്റ്, ഓക്സിഡൈസ് സർഫസസ്, ഇംപ്രോപ്പർ സോൾഡറിംഗ് അല്ലെങ്കിൽ ലോ ക്വാളിറ്റി സോൾഡർ ഡ്രൈ ജോയിൻസിന് കാരണമാകുന്നു. പുതിയ സോൾഡർ ഉപയോഗിച്ച് എല്ലാ പോയിന്റുകളും റീടച്ച് ചെയ്യുക. PCBയിൽ ഏതെങ്കിലും കപ്പാസിറ്റർ പൊട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അങ്ങനെയാണെങ്കിൽ ടൈൽ കട്ടറിന്റെ സഹായത്തോടെ PCBയിൽ നിന്ന് നീക്കം ചെയ്യുക. ബോർഡിലെ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററുകൾ പരിശോധിച്ച് കണ്ടെത്തിയാൽ
പുതിയൊരെണ്ണം ഉപയോഗിച്ച് മാറ്റുക. കൺട്രോൾ ബോർഡിലെ സ്വിച്ചുകൾ അമർത്തുക. അവ റെസിസ്റ്റൻസ് കാണിക്കുകയാണെങ്കിൽ അത് തെറ്റായ കോൺടാക്ട് മൂലമാകാം. ബട്ടണുകൾ ബോർഡിൽ ഉള്ളതിനേക്കാൾ അല്പം നീളമുള്ളതാണെങ്കിൽ ഒരു ടൈൽ കട്ടർ ടൂൾ ഉപയോഗിച്ച് അധിക നീളം നിപ്പ് ചെയ്യുക. ഒരു ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് റെസിസ്റ്റൻസ് വാല്യൂ കാണിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും കളർ കോഡിംഗ് ടെക്നിക് ഉപയോഗിച്ച് സ്ഥിരീകരിക്കുകയും ചെയ്യുക. വാല്യൂ ഒന്നും പ്രദർശിപ്പിച്ചില്ലെങ്കിൽ അതേ സ്പെസിഫിക്കേഷനുള്ള നല്ല ഒന്ന് ഉപയോഗിച്ച് അത് മാറ്റി സ്ഥാപിക്കുക. കൂടാതെ ഡയോഡ് ടെസ്റ്റ് പൊസിഷൻ ഉപയോഗിച്ച് ട്രാൻസിസ്റ്റർ പരിശോധിക്കുക. കൂളിംഗ് ഫാൻ നീക്കം ചെയ്ത് 12 വോൾട്ട് DC സപ്ലൈ ഉപയോഗിച്ച് പ്രത്യേകം പരിശോധിക്കുക. വർക്ക് പൂർത്തിയായ ശേഷം PCBയും മറ്റു ഭാഗങ്ങളും ക്യാബിനറ്റിലേക്ക് തിരികെ സ്ഥാപിക്കുക. ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സപ്ലൈ ഉപയോഗിച്ച് പരിശോധിക്കുക. മൈക്രോവേവ് അവനെക്കുറിച്ച് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹൈ പവേർഡ് മൈക്രോവേവ്സ് ഭക്ഷ്യവസ്തുക്കളിൽ പതിക്കുന്നു. ഈ തരംഗങ്ങൾ ഫുഡ് പാർട്ടിക്കിൾസിലെ മോളിക്യൂൾസ് തുല്യമായി ചൂടാക്കുകയും ഭക്ഷണം പാകമാവുകയും ചെയ്യുന്നു. മാഗ്നട്രോൺ എന്ന മൈക്രോവേവ് ജനറേറ്റർ അതിൽ അടങ്ങിയിരിക്കുന്നു. ഇത് പവർ ഔട്ട്ലെറ്റിൽ നിന്നുള്ള ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുകയും ഹൈ പവേർഡ് മൈക്രോവേവ്സ് ആക്കി മാറ്റുകയും ചെയ്യുന്നു. ഫുഡ് പാർട്ടിക്കിൾസിലേക്ക് മൈക്രോവേവ്സ് ഫലപ്രദമായി ഫോക്കസ് ചെയ്യുന്നതിനായി ഒരു കണ്ണാടി പോലെ പ്രതിഫലിക്കുന്ന മെറ്റൽ വോൾസ് കൊണ്ടാണ് ഫുഡ് കമ്പാർട്ട്മെന്റ് നിർമ്മിച്ചിരിക്കുന്നത്. ടേൺ ടേബിൾ എന്ന് വിളിക്കുന്ന ഒരു റൊട്ടേറ്റിംഗ് സ്പിന്നിംഗ് ക്രമീകരണം തുല്യമായി പാകം ചെയ്യുന്നതിനായി ഭക്ഷണ സാധനങ്ങൾ കറക്കാൻ ഉപയോഗിക്കുന്നു. പാകം ചെയ്യേണ്ട ഭക്ഷണം ടേൺ ടേബിളിൽ വെച്ച ശേഷം വൈദ്യുതി സ്വിച്ച് ഓൺ ചെയ്യുന്നു. മാഗ്നട്രോൺ വൈദ്യുതോർജ്ജത്തെ മൈക്രോവേവ്സ് എന്ന് വിളിക്കുന്ന ഹൈ പവേർഡ് റേഡിയോ വേവ്സ് ആക്കി മാറ്റുന്നു. മാഗ്നട്രോൺ ഈ മൈക്രോവേവ്സിനെ കോമൺ വേവ് ഗൈഡ് എന്ന് വിളിക്കുന്ന ഒരു ചാനലിലൂടെ ഫുഡ് കമ്പാർട്ട്മെന്റിലേക്ക് ബ്ലാസ്റ്റ് ചെയ്യുന്നു. മൈക്രോവേവ്സ് പ്രതിഫലിക്കുന്ന ലോഹഭിത്തികൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിത്തെറിച്ച് ഭക്ഷണങ്ങളിലേക്ക് എത്തുന്നു. ഈ മൈക്രോവേവ്സ് ഭക്ഷണത്തിനുള്ളിൽ തുളച്ചു കയറുകയും തന്മാത്രകളെ വൈബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. വൈബ്രേഷൻസ് ഹീറ്റ് സൃഷ്ടിക്കുകയും തന്മാത്രകൾ കൂടുതൽ വേഗത്തിൽ വൈബ്രേറ്റ് ചെയ്യും. തന്മൂലം ഭക്ഷണം കൂടുതൽ ചൂടാകും. മൈക്രോവേവ് ഭക്ഷണം പാകം ചെയ്യുന്നതിനായി അവയുടെ ഊർജ്ജം മോളിക്യൂൾസിലേക്ക് കടത്തിവിടുന്നു. ടേൺ ടേബിൾ സംവിധാനം കറക്കി അങ്ങനെ മൈക്രോവേവ് ഭക്ഷണത്തിന്റെ ഓരോ ഭാഗത്തിലൂടെയും കടന്നു പോകുന്നതിലൂടെ ഭക്ഷണം തുല്യമായി പാകം ചെയ്യപ്പെടുന്നു. ഇനി മൈക്രോവേവ് അവന്റെ സർവീസും റിപ്പയറും പരിശോധിക്കാം. ഓവൻ മോഡൽ നമ്പർ തിരിച്ചറിയുക. ബ്രേക്ക് ബോക്സിൽ അവനിലേക്കുള്ള വൈദ്യുതി വിതരണം ഓഫാക്കി ഓവൻ അൺപ്ലഗ് ചെയ്യുക. ഓവൻ്റെ പുറം കവർ ഡിസ്മാൻഡിൽ ചെയ്യുവാൻ സ്ക്രൂകൾ നീക്കം ചെയ്യുക. പവർ കോഡ് നീക്കം ചെയ്ത് കണ്ടിന്യൂറ്റിയും ഷോർട്ട് സർക്യൂട്ടും പരിശോധിക്കുക. മാഗ്നട്രോണിൻ്റെ വയറുകളും പ്ലഗുകളും അൺപ്ലഗ് ചെയ്തിരിക്കണം. കപ്പാസിറ്ററുകൾ ഡിസ്ചാർജ് ചെയ്യാൻ കപ്പാസിറ്റർ ടെർമിനലുകൾക്ക് നേരെ ഇൻസുലേറ്റ് ചെയ്ത സ്ക്രൂ ഡ്രൈവർ അമർത്തുക. ഇൻസുലേറ്റ് ചെയ്യാത്ത ടൂൾ ഉപയോഗിച്ച് നിങ്ങൾ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യമായ പരിക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഡിസ്ചാർജ് ചെയ്ത ശേഷം ഒരു ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് റെസിസ്റ്റൻസ് മോഡിൽ കപ്പാസിറ്റർ പരിശോധിക്കുക. നിങ്ങൾ കപ്പാസിറ്റർ പ്രോബുകൾ വയ്ക്കുമ്പോൾ മൾട്ടിമീറ്റർ തുടക്കത്തിൽ ചില റീഡിങ്ങുകൾ കാണിക്കുകയും കപ്പാസിറ്റർ നല്ലതാണെങ്കിൽ ഇൻഫിനിറ്റിയിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. മാഗ്നട്രോണിൽ നിന്ന് ഏറ്റവും കൃത്യമായ റീഡിംഗ് ലഭിക്കുന്നതിന് മൾട്ടിമീറ്റർ ഏറ്റവും താഴ്ന്ന ഓം സെറ്റിംഗിലേക്ക് മാറ്റി ഡയൽ ഏറ്റവും ചെറിയ റെസിസ്റ്റൻസ് ലിസ്റ്റിംഗിലേക്ക് മാറ്റുക. മാഗ്നട്രോണിൻ്റെ ടെർമിനലുകളിൽ മൾട്ടിമീറ്റർ പ്രോബ്സ് വയ്ക്കുക. നിങ്ങളുടെ മൾട്ടിമീറ്ററിൽ നിന്നുള്ള ലീഡുകളിലൊന്ന് പ്രോങ്ങിൻ്റെ വശത്തിന് നേരെ പിടിക്കുക. അടുത്തതായി മൾട്ടിമീറ്റർ ലീഡുകൾ തമ്മിൽ കോണ്ടാക്ട് പുലർത്തുന്നില്ലെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ഓപ്പോസിറ്റ് പ്രോങ്ങിലേക്ക് രണ്ടാമത്തെ ലീഡ് എത്തിക്കുക. റെസിസ്റ്റൻസ് 1 ഓമിൽ താഴെയാണെങ്കിൽ മാഗ്നട്രോണിൻ്റെ ഇലക്ട്രിക് ഫിലമെന്റ് കൃത്യമായി പ്രവർത്തിക്കുന്നു. റീഡിംഗ് കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ സ്ക്രീനിൽ ഓയിൽ അല്ലെങ്കിൽ ഓപ്പൺ ലൂപ്പ് ദൃശ്യമാവുകയാണെങ്കിൽ മാഗ്നട്രോൺ മാറ്റിയിടേണ്ടതാണ്. ഇപ്പോൾ മൾട്ടിമീറ്റർ ഹയസ്റ്റ് റേഞ്ചിലേക്ക് സെറ്റ് ചെയ്ത് ഒരു പ്രോബ് ടെർമിനൽ അല്ലെങ്കിൽ പ്രോങ്ങിൽ വയ്ക്കുക. മറ്റൊന്ന് മെറ്റൽ ബോക്സിൽ എവിടെയെങ്കിലും വയ്ക്കുക. മൾട്ടിമീറ്ററിൻ്റെ ഡിസ്പ്ലേ നോക്കുക. ഓയിൽ അല്ലെങ്കിൽ ഓപ്പൺ ലൂപ്പ് ദൃശ്യമായാൽ മാഗ്നട്രോൺ കൃത്യമായി പ്രവർത്തിക്കുന്നു. മറ്റെന്തെങ്കിലും റീഡിങ്ങുകൾ കാണിച്ചാൽ മാഗ്നട്രോൺ റീപ്ലേസ് ചെയ്യുക. ഈ അവസ്ഥകൾ പരിശോധിച്ച ശേഷം നല്ലതായി കണ്ടെത്തിയാൽ മാഗ്നട്രോൺ അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്തേക്ക് തിരികെ മൗണ്ട് ചെയ്ത് പഴയതുപോലെ വയർ ചെയ്യുക. ഓവൻ തിരികെ പ്ലഗ് ഇൻ ചെയ്ത് ബ്രേക്കർ ഓൺ പൊസിഷനിൽ തിരികെ കൊണ്ടുവരിക. ഓവൻ അതിൻ്റെ പ്രവർത്തനത്തിനായി സപ്ലൈ ഉപയോഗിച്ച് പരിശോധിക്കുക. പുതിയ എലമെന്റ് ചൂടാകുമ്പോൾ ഫാക്ടറി കോട്ടിംഗ് കരിഞ്ഞേക്കാമെന്നതിനാൽ ഒരു ചെറിയ പുകയുണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇവയൊക്കെ ചെയ്യാനാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇൻഡക്ഷൻ ഹീറ്റർ ഡിസ്മാൻഡിൽ ചെയ്യുക. തകരാറുകൾ തിരിച്ചറിയുക. തകരാറുള്ളവ മാറ്റിസ്ഥാപിക്കുക. മൈക്രോവേവ് ഓവൻ ഡിസ്മാൻഡിൽ ചെയ്യുക. തകരാറുകൾ തിരിച്ചറിയുക. തകരാറുള്ളവ മാറ്റിസ്ഥാപിക്കുക. ഇൻഡക്ഷൻ ഹീറ്റർ, മൈക്രോവേവ് ഓവൻ എന്നിവ അസംബിൾ ചെയ്ത് അവയുടെ പ്രവർത്തനം പരിശോധിക്കുക. ഇൻഡക്ഷൻ ഹീറ്റർ, മൈക്രോവേവ് ഓവൻ എന്നിവ
എങ്ങനെ സർവീസ് ചെയ്യാം എന്നത് സംബന്ധിച്ച എക്സസൈസ് ഇതോടെ പൂർത്തിയാകുന്നു. നമുക്കിനി അടുത്ത എക്സസൈസിൽ കാണാം.